എൻ്റെ പേര് ഹബീബ് റഹ്മാൻ. അരീക്കോടാണ് വീട്. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ്. PWDയിലായിരുന്നു. ഞാനൊരു 11 കൊല്ലത്തോളമായിട്ട് പ്രമേയ രോഗിയായിരുന്നു. പല മരുന്നുകളും നല്ല കൂടിയ തോതിൽ തന്നെ 11 കൊല്ലത്തോളം ഞാൻ കഴിച്ചിട്ടും പ്രമേയ രോഗം ഒരിക്കലും കുറയല്ല, കൂടുക ചെയ്തത്. മരുന്നുകൾ കൊണ്ടത് സുഖപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടായപ്പോഴാണ് കൂടുതൽ അതിനെപ്പറ്റി പഠിക്കാനൊക്കെ മെനക്കെട്ടത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു വഴി തുറന്നു കിട്ടിയതാണ്. ഭക്ഷണത്തിൽ ചില ക്രമീകരണങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ പ്രമേയ രോഗം സുഖപ്പെടുന്നു, മരുന്നുകളില്ലാതെ തന്നെ ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബോധ്യമായി. ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ ഈ ഭക്ഷണ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. 1 വർഷത്തോളമായിട്ട് മരുന്നുകളൊന്നും കഴിക്കുന്നില്ല, പ്രമേഹം നിയന്ത്രണത്തിൽ തന്നെയാണ്. അപ്പോൾ അത്തരമൊരു രീതി ഉണ്ടെങ്കിൽ അത് നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാനത് പ്രചരിപ്പിക്കാൻ നോക്കുന്നത്. യൂട്യൂബ് കൂടിയായിട്ടും ക്ലാസ്സുകളായിട്ടൊക്കെ തന്നെ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഒരു 2 വർഷത്തോളമായിട്ട് ഇതിൻ്റെ പ്രചരണം നടത്തിയതിൻ്റെ ഫലമായിട്ടൊന്നും ഒരുപാട് ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയതായിട്ട് അറിയുന്നുണ്ട്. നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇൻസുലിനും ഗുളികളൊക്കെ നിർത്തി സാധാരണ ആരോഗ്യത്തോടുകൂടി ജീവിച്ചു പോകുന്നുണ്ട്. ജീവിതത്തിലൊരു പുതിയ പ്രതീക്ഷകൾ വരുന്നുണ്ട് ആൾക്കാർക്ക്. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിരുന്ന ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷമാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളുടെ ആതുര ശുശ്രൂഷ രംഗമൊക്കെ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഒരുപാട് മോഡേൺ ആയിട്ടുള്ള ആശുപത്രികളുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാ ജാതി ചികിത്സകളും അവൈലബിൾ ആണ്. എന്നിട്ട് പോലും ആളുകൾ കൂടുതൽ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചികിത്സൻ്റെ അപര്യാപ്തതയല്ല ഇവിടെ ആൾക്കാർക്ക് രോഗം വർദ്ധിപ്പിക്കുന്നത്. പിന്നെ അതിൻ്റെ ഒരു കാരണം ഉണ്ടാകും. ആ കാരണത്തെക്കുറിച്ചാണ് ഞാൻ പഠിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭക്ഷണ രീതിയാണ് പ്രധാനമായിട്ട് നമ്മൾ രോഗികളാക്കുന്നത്. മെറ്റബോളിക് സിൻഡ്രോം എന്നുള്ളൊരു അവസ്ഥയ്ക്കാണ് എല്ലാവരും എത്തുന്നത്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരത്തിനകത്ത് ചില അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ ഗ്ലൂക്കോസിൻ്റെ അമിതമായ ഉപഭോഗം കാരണം ഇൻസുലിൻ കൂടുന്ന ഹൈപ്പർ ഇൻസുലിനേമിയ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ കോശങ്ങളിലും കരകളിലൊക്കെ കൊഴുപ്പ് നിറയുന്നു. അതേപോലെ തന്നെ രക്തത്തിനകത്തുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ടുകൾ കൂടിയിട്ട് ബ്ലോക്കുകൾ വരുന്നുണ്ട് ആർട്ടറികളിൽ. ഇതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കിഡ്നി രോഗങ്ങൾ, അതേപോലെ തന്നെ ക്യാൻസർ, പിന്നെ പ്രമേഹം, പൊണ്ണത്തടി, ഇതെല്ലാം ഉണ്ടാകുന്നത് ഒരു കാരണം കൊണ്ടാണ്. അതായത് അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപഭോഗം കാരണം. നമുക്ക് ആവശ്യമുള്ളതിൻ്റെ 5-8 ഇരട്ടി കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഓരോ ദിവസം കഴിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും നമുക്ക് ആവശ്യമുള്ളതിൻ്റെ എത്ര ഇരട്ടി നമ്മൾ കഴിക്കും. ഇത് അമിതമായിട്ട് കഴിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഭക്ഷണത്തിൽ കുറക്കുക എന്നുള്ളൊരു പരിഹാരം മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നതോടുകൂടി അസുഖങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നുണ്ട്. എല്ലാ രോഗങ്ങളും പുറകോട്ട് പോകുന്നുണ്ട്, ഇൻക്ലൂഡിങ് പ്രമേഹം ആയാലും പൊണ്ണത്തടി ആയാലും ഇൻഫ്ലമേഷൻ ആണെങ്കിലും. ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്ന രീതിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. ലോ കാർബ് ഹൈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് പരമാവധി ഭക്ഷണത്തിന് ഒഴിവാക്കുക, ഗ്ലൂക്കോസ് കുറയ്ക്കുക, പകരം ഊർജ്ജത്തിനായിട്ട് നല്ല ശുദ്ധമായ ഫാറ്റ്, പ്രകൃതിദത്തമായ ഫാറ്റ് ഉപയോഗിക്കുക. ഈ രീതിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ നമ്മെ ഇല്ലാതെയാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ചുരുക്കം.